ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ട്രിഗ്നോമെട്രി ചാപ്റ്ററിലെ കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൈൻ എന്താണ്, സൈൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തായിരുന്നു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അങ്ങനെ കോസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അതിൻ്റെ ആ ഡെഫിനിഷൻസ് ഒക്കെ നോക്കിയില്ലേ. പിന്നെ നമ്മൾ കുറേ ആംഗിൾസ്, ഇപ്പോൾ സൈൻ 30 എന്താണ്, കോസ് 30, സൈൻ 45 വാല്യൂസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. First problem, calculate the area of a triangle shown in the figure. ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ, ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടുത്തെ ഒരു ആംഗിളും തന്നിട്ടുണ്ട്, 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ബേസ് എത്രയാണ്, 6 സെൻറ്റിമീറ്റർ ആണ്. ദി സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം ഏരിയൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു. ഏരിയൻ്റെ ഇക്വേഷൻ എന്താണ്, ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ മീൻസ് ഞാൻ ഓരോ പേര് കൊടുത്തു, എ ബി സി എന്ന് പേര് കൊടുത്തു. ആൻഡ് എയിൽ നിന്നും അതിൻ്റെ ടോപ്പ് സൈഡ്, എയിൽ നിന്നും ബോട്ടം സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചു, എ ഡി വരച്ചു. ഇതാണല്ലോ ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുക. ഇത് 90 ഡിഗ്രിയാണ് അല്ലേ, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. എ ബി ഡി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. എന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഈ ആംഗിൾ ബി എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണ്. ആൻഡ് എ ബി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഈ ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ സൈൻ 50 എന്ന് പറഞ്ഞാൽ എന്താ വരിക, സൈൻ 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൈൻ 50 സൈൻ 50 ഡിഗ്രി പറഞ്ഞാൽ എന്താണ്, സൈൻ പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ എന്താണ്, എ ഡി ആണ് അല്ലേ. എ ഡി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എന്താണ് ഇവിടെ 4 സെൻറ്റിമീറ്റർ. സോ നമുക്ക് എ ഡി ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, എ ഡി ഈക്വൽ ടു ഇവിടുത്തെ ഡിവൈഡഡ് ബൈ 4 ഇങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റു എന്നാവും. സോ 4 ഇൻറ്റു സൈൻ 50 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും. ഈ സൈൻ 50 ഡിഗ്രീൻ്റെ വാല്യൂ എന്താണ്, സൈൻ 50 ഡിഗ്രീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.7660. ഇത് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഈ വാല്യൂസ് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, അത് നമുക്ക് എക്സാമിന് തന്നിട്ടുണ്ടാവും. അപ്പോൾ എ ഡി ഈക്വൽ ടു 4 ഇൻറ്റു 0.7660 എന്ന് വന്നു. ഈ എ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും, ആക്ച്വലി അത് എച്ച് ആണല്ലോ. എച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, 4 ഇൻറ്റു ഇതല്ലേ നമ്മുടെ എച്ച് എന്ന് പറയുന്നത്, അതന്നല്ലേ എ ഡി എന്ന് പറയുന്നതും. സോ എച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 0.7660 എന്ന് കിട്ടി. സോ ഏരിയ പറയുമ്പോൾ എ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എന്താണ് ഇവിടെ 6 ആണ് അല്ലേ, ബേസ് 6 അല്ലേ. സോ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 0.7660 which is equal to, ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 9.192 എന്ന് വരും. നെക്സ്റ്റ് ഒരു പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗർ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഈ ഇതെന്താണ്, ഒരു ട്രയാങ്കിൾ ആണ് അല്ലേ. ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ എത്രയായിരുന്നു, 130 ഡിഗ്രി. ആൻഡ് ദി സൈഡ് ഈസ് 6 സെൻറ്റിമീറ്റർ ആൻഡ് ദി സൈഡ് ഈസ് 4 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, ഏരിയ കണ്ടുപിടിക്കണം. നമുക്കറിയാമല്ലോ ഏരിയൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഏരിയ എ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. ബേസ് എന്താണ് ഇവിടെ 6 സെൻറ്റിമീറ്റർ. നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും ടോപ്പിൽ നിന്നും ബേസിലേക്കുള്ള ഹൈറ്റ് അല്ലേ, ലെങ്ത് അല്ലേ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. സോ ഇതല്ലേ ഈ ലെങ്ത് അല്ലേ. നമ്മളപ്പോൾ എന്ത് ചെയ്യുക, ഈ ടോപ്പ് എഡ്ജിൽ നിന്നും എയിൽ നിന്നും ബോട്ടം സൈഡിലേക്ക് എന്താണ് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക, അത് ഇങ്ങോട്ടും ജോയിൻ ചെയ്തു. ഈ നമ്മുടെ ബി സി എന്ന് പറയുന്ന ബേസിലേക്ക് ഇതിനോരോ പേര് കൊടുത്തു, എ ബി സി പേര് കൊടുത്തു ഈ ട്രയാങ്കിളിന്. എന്നിട്ട് എയിൽ നിന്നും അതിൻ്റെ താഴത്തേക്ക് ബോട്ടം സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഹൈറ്റ് അല്ലേ ഇപ്പോൾ. സോ പെർപെൻഡിക്കുലർ നമ്മൾ വരച്ചു. ആൻഡ് അത് നമ്മുടെ ബേസിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇവിടെ മീൻസ് ബി സി എന്ന് പറയുന്ന ലൈനിൽ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക.
സോ അപ്പോൾ നമുക്കൊരു ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും അല്ലേ, എ ബി ഡി എന്ന് പറയുന്നൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി. ആൻഡ് ഈ സൈഡ് നമുക്കറിയാം 130 ഡിഗ്രിയാണ്. മീൻസ് നമ്മുടെ എ ബി സി 130 ഡിഗ്രിയാണ്. സോ ഈ ആംഗിൾ എത്രയാണ് വരിക? 50 ഡിഗ്രി അല്ലേ വരിക. കാരണം ഒരു ലൈനിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? ഒരു ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ആംഗിൾ എത്രയാണ് വരിക? 180 ഡിഗ്രി അല്ലേ വരിക. സോ ഇവിടെ 130 വന്നു കഴിഞ്ഞാൽ ഈ സൈഡ് എത്ര വരിക? 50 ഡിഗ്രിയാണ് വരിക. സോ നമുക്ക് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എ ബി ഡി എന്ന് പറയുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇവിടെ 50 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ, 50 ഡിഗ്രി തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ലെങ്ത് എന്താണ്? ഈ ലെങ്ത് അല്ലേ കണ്ടുപിടിക്കേണ്ടത്, എ ഡി. അല്ലെങ്കിൽ ഇതന്നെ നമ്മൾ ഹൈറ്റ് എന്ന് പറയുക. ഈ ട്രയാങ്കിളുടെ ഹൈറ്റ് തന്നെയാണ് ഈ ട്രയാങ്കിളുടെ ഹൈറ്റും വരിക. കാരണം ഹൈറ്റ് മീൻസ് ടോപ്പ് സൈഡിൽ നിന്ന് ബോട്ടം സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ ഹൈറ്റ് എന്ന് പറയാം. സോ നമുക്ക് ഈ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടുത്തെ എന്താണെന്ന് അറിയാം, 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ആൻഡ് ഈ സൈഡ് തന്നിട്ടുണ്ട് അല്ലേ, 4 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട് ഈ ട്രയാങ്കിളിൽ. ഇപ്പോൾ എ ഡി ബി പറയുന്ന ട്രയാങ്കിളിൽ ഈ എ ബി എന്താണ് ഇവിടുത്തെ ഹൈപ്പോട്ടനസ് അല്ലേ, എ ബി ഡി പറയുന്ന ഈ ട്രയാങ്കിൾ എടുത്ത ഈ എ ബി എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ആണ്. ഈ 50 ഡിഗ്രിൻ്റെ ഈ ബി ഡി എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡും ഈ സൈഡ് എന്താണ് വരിക, എ ഡി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്താണ്? സൈൻ അല്ലേ. സൈൻ 50 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ് ഇവിടെ? എ ഡി ഡിവൈഡഡ് ബൈ എ ബി ഹൈപ്പോട്ടനസ്. സോ എ ബി ആണ്. അപ്പോൾ എ ഡി എന്താണ്? നമ്മുടെ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ ബി പറഞ്ഞത് 4 സെൻറ്റിമീറ്റർ ആണ്. സോ നമുക്ക് എച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു സൈൻ 15 എഴുതാലോ. ഇവിടുത്തെ ഡിവിഷൻ അങ്ങോട്ട് പോകുമ്പോൾ 4 ഇൻറ്റു സൈൻ 15 എഴുതാൻ പറ്റും. നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. എ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി. ബേസ് എത്രയാണ് ഇവിടെ? ട്രയാങ്കിളുടെ ബേസ് 6 സെൻറ്റിമീറ്റർ ആണ്. ഈ ട്രയാങ്കിളുടെ നമ്മളിതല്ലേ ഗിവൺ ട്രയാങ്കിൾ. സോ ഈ ട്രയാങ്കിളുടെ ബേസ് ആണ്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എത്രയാണ്? ഈ ഹൈറ്റ് എന്ന് പറയുന്നത് തന്നെയാണല്ലോ ഇവിടെ കണ്ടുപിടിച്ചത്. അത് രണ്ടും സെയിം ആയിരിക്കുമല്ലോ. സോ എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 4 ഇൻറ്റു സൈൻ 50. സൈൻ 50ൻ്റെ വാല്യൂ എന്താണ്? 0.7660. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ചെയ്യാമല്ലോ. 3 ഇൻറ്റു 4 12 ഇൻറ്റു 0.7660 എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു 9.192 എന്ന് കിട്ടും. ഏരിയ ഈസ് ഈക്വൽ ടു 9.192. നെക്സ്റ്റ് ഒരു പ്രോബ്ലം. The sides of a parallelogram are 8 cm and 12 cm. ഒരു പാരലോഗ്രാമിൻ്റെ സൈഡ്സ് എന്തൊക്കെയാണ്? 8 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും ആയിട്ട് നമുക്കൊരു പാരലോഗ്രാം വരയ്ക്കണം. ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം, അത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആ പാരലോഗ്രാമിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് പാരലോഗ്രാം വരയ്ക്കണം അല്ലേ. 8 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും സൈഡ് വരണം. അതിനിടയിലുള്ള ആംഗിൾ എത്ര വരിക? 50 ഡിഗ്രി വരണം. നമ്മൾ ഈ പാരലോഗ്രാം വരച്ചിട്ടുണ്ട്. പാരലോഗ്രാം പറഞ്ഞാൽ എന്താണ്? ആ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഇപ്പോൾ എ ഡി എന്ന് പറയുന്നത് ബി സിക്ക് പാരലൽ ആയിരിക്കും. പാരലൽ പറഞ്ഞാൽ ഒരിക്കലും ഇൻ്റർസെക്ട് ചെയ്യാത്ത ലൈൻസ് നമ്മൾ എന്താ പറയുക? പാരലൽ ലൈൻസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ അതിൻ്റെ നമ്മൾ എ ബി 8 സെൻറ്റിമീറ്ററും അപ്പോൾ ഇതും 8 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് എ ഡി 12 സെൻറ്റിമീറ്റർ, രണ്ടും 12 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ബി സി 12 ആണ്, എ ഡിയും 12 സെൻറ്റിമീറ്റർ വരച്ചു. ആൻഡ് അതിനിടയിലുള്ള ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 50 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ പാരലോഗ്രാം വരച്ചു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഏരിയൻ്റെ ഇക്വേഷൻ എന്താണ്? പാരലോഗ്രാമിൻ്റെ ഏരിയ എ ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഇവിടെ എത്രയാണ്? 12 ആണ് തന്നിട്ടുണ്ട് അല്ലേ. 12 തന്നിട്ടുണ്ട്. ഹൈറ്റ് നമുക്ക് ഈ എച്ച് അല്ലേ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് സൈഡിൽ നിന്ന് ബോട്ടം സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറയാം? ഹൈറ്റ് എന്ന് പറയാം. ഡയറക്റ്റ് ഉള്ള ഹൈറ്റ് അല്ലേ. സോ എച്ച്, അത് നമുക്ക് എച്ചിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എച്ചിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം അല്ലേ. എ ബി ഇ എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അവിടെ നമുക്ക് അതെന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രിയാണ് അല്ലേ. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ഈ ആംഗിൾ ബി എന്താണ്? 50 ഡിഗ്രിയാണ്.
ആൻഡ് ഓപ്പോസിറ്റ് സൈഡ് എന്താണ് ഇതിൻ്റെ എച്ച് ആണ് ആൻഡ് ഹൈപ്പോട്ടനസ് 8 സെൻറ്റിമീറ്റർ ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനസും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താണ്? സൈൻ അല്ലേ? സൈൻ. സോ സൈൻ 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഇവിടെ എച്ച് ആണ്. ഹൈപ്പോട്ടനസ് എന്തായിരുന്നു? 8 സെൻറ്റിമീറ്റർ ആണ്. സോ എച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 8 ഇൻറ്റു സൈൻ 50 ഡിഗ്രി എന്ന് എഴുതാം. സോ നമുക്ക് എച്ച് കിട്ടി അല്ലേ? എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 8 ഇൻറ്റു സൈൻ 50 ഡിഗ്രി. സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഈക്വൽ ടു ബി ഇൻറ്റു എച്ച് അല്ലേ? സോ 12 ഇൻറ്റു ബേസ് എച്ചിൻ്റെ പ്ലേസ് 8 ഇൻറ്റു സൈൻ 50 ഡിഗ്രി. സോ 12 ഇൻറ്റു 8 ഇൻറ്റു സൈൻ 50 ഡിഗ്രീൻ്റെ വാല്യൂ എന്താണ്? 0.7660. സോ അത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസർ 73.530 എന്ന് കിട്ടും. സോ ഏരിയ ഓഫ് ദിസ് പാരലലോഗ്രാം ഇസ് ഈക്വൽ ടു 73.530 വരും. Next ഒരു problem. Angle of 50 degree and 55 degree are drawn at the end of 5 cm long line to make a triangle. Calculate its area. എന്താണ്? ഒരു 50 ഡിഗ്രിയും 60 ഡിഗ്രിയും നമ്മളൊരു 5 സെൻറ്റിമീറ്റർ ലോങ് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. 5 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഒരു സൈഡിൽ നിന്ന് 50 ഡിഗ്രിയും ഒരു സൈഡിൽ നിന്ന് 65 ഡിഗ്രിയും വരച്ചിട്ടൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് ആ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സി. അതിൻ്റെ എ സിയും എ ബിയും എന്താണ്? 5 സെൻറ്റിമീറ്റർ എന്ന് എടുത്തു. അതിൻ്റെ ഇപ്പോൾ എ ബി 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ രണ്ട് എൻഡിൽ നിന്നും ഒരു എൻഡിൽ നിന്ന് 65 ഡിഗ്രിയും ഒരു എൻഡിൽ നിന്ന് 50 ഡിഗ്രിയും വരച്ചു. എന്നിട്ട് ഈ 50 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എത്രയാണ്? ഈ സൈഡ് ബി സിയും 5 സെൻറ്റിമീറ്റർ ആവുന്ന രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാം. രണ്ട് സൈഡ് 5 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തു. ആൻഡ് ദിസ് ഓപ്പോസിറ്റ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യാം. വരച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്താ വരിക? 5 സെൻറ്റിമീറ്റർ തന്നെയാണ് വരിക അല്ലേ? ബേസ് 5 തന്നെയാണ് വരിക. സോ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ബേസ് എത്ര തന്നെയാണ്? 5 ആണ് അല്ലേ? ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എ ഡി അല്ലേ? ടോപ്പ് ടു ബോട്ടത്തിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എച്ച് ആണ്. അപ്പോൾ ഈ എച്ച് ആണ് നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഏത് ട്രയാങ്കിൾ യൂസ് ചെയ്യാം? എ ബി ഡി ഈ ട്രയാങ്കിൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ട്രയാങ്കിൾ യൂസ് ചെയ്യാം. ഈ ട്രയാങ്കിൾ യൂസ് ചെയ്യാം. നമുക്ക് ഈ ട്രയാങ്കിൾ യൂസ് ചെയ്യാം അല്ലേ? ഈ ട്രയാങ്കിൾ യൂസ് ചെയ്യാം. സോ എ ബി ഡിയിൽ ഇവിടെ നമുക്ക് 50 ഡിഗ്രി അറിയാം. 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ് അല്ലേ ഇത്? എ ഡി എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് സൈഡാണ്. ആൻഡ് ദിസ് ഈസ് ഹൈപ്പോട്ടനസ്. ഇറ്റ് ഈസ് ബി ഡി എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡാണ്. സോ നമുക്ക് ഏത് സൈഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഈ 50 യൂസ് ചെയ്തിട്ട് ഈ സൈഡല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എ ഡി അല്ലെങ്കിൽ എച്ച് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സോ ഇതെന്താണ്? ഓപ്പോസിറ്റ് സൈഡാണ്. ഹൈപ്പോട്ടനസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനസും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താണ്? സൈൻ അല്ലേ? അപ്പോൾ സൈൻ 50 ഈസ് ഈക്വൽ ടു എച്ച് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. സോ എച്ച് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു സൈൻ 50. സോ നമുക്ക് ഈ എച്ചിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഏരിയ എ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു എച്ച് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? 5 ഇൻറ്റു സൈൻ 50. സോ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 5 25 ഇൻറ്റു സൈൻ 50ൻ്റെ വാല്യൂ 0.7660. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 9.575 എന്ന് കിട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. സോ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു 9.575 എന്ന് കിട്ടും. നെക്സ്റ്റ് ഒരു പ്രോബ്ലം. The length of two sides of a triangle are 8 cm and 10 cm and angle between them is 40 degree. Calculate its area. ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിളിൻ്റെ ലെങ്ത് എത്രയാണ്? 8 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും ആണ്. 8 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും ആണ്. ആൻഡ് അതിനിടയിലുള്ള ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ
സോ നമ്മൾ ഇതിന് പേര് കൊടുത്തു, എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എ ബി എന്ന് പറയുന്ന 10 സെൻറ്റിമീറ്റർ ആൻഡ് ബി സി ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. സോ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയൻ്റെ ഇക്വേഷൻ എന്താണ്? എ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ? സോ ഇവിടെ ബേസ് എത്ര തന്നെയാണ്? 8 തന്നെയാണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു എച്ച് അല്ലേ? എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതല്ലേ എച്ച് എന്ന് പറഞ്ഞാൽ എ ടു ഡി ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറയാം? എച്ച് എന്ന് പറയാം. എ നിന്ന് ഡിയിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു. എ ഡി ഡി അത് നമ്മുടെ ബേസിൽ ജോയിൻ ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ്. ഡി എന്ന് പറയുന്ന പോയിന്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. എ ടു ഡി പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എ ബി ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എ ബി ഡിയിൽ ഇവിടെ ഈ ആംഗിൾ അറിയാലോ, 40 ഡിഗ്രി ആണ്. ഈ 40 ഡിഗ്രിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണല്ലോ ഈ എച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഈ സൈഡ് എന്താണ്? അതിൻ്റെ ഹൈപ്പോട്ടനസ് ആണ്. സോ നമുക്ക് സൈൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ 10 സെൻറ്റിമീറ്റർ എന്ന് എഴുതാലോ. എച്ച് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് 10 ആണ്. സോ എച്ച് ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു സൈൻ 40 എന്ന് പറയാലോ. 10 ഇൻറ്റു സൈൻ 40 ഡിഗ്രി എന്ന് പറയാം. നമുക്ക് എച്ചിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 8 ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ 10 ഇൻറ്റു സൈൻ 40ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ 40 ഈസ് ഈക്വൽ ടു 0.6428 എന്നാണ്. സോ ഇത് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 25.712 എന്ന് കിട്ടും. സോ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു 25.712 എന്നാണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ടും കൂടെ ഉണ്ട്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ഓഫ് സെയിം ലെങ്ത്? അതിൻ്റെ ലെങ്ത്തിൻ്റെ സൈഡ് സെയിം തന്നെയാണ്, 8 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ആംഗിൾ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്തു? 140 ഡിഗ്രി ആയിട്ട് ചൂസ് ചെയ്തു. ഇവിടെ 40 ഡിഗ്രി ആയിരുന്നല്ലോ. ഈ 10 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും തമ്മിൽ ഇടയിലുള്ള ആംഗിൾ ഇവിടെ 40 ഡിഗ്രി ആയിരുന്നു. ഇനി നെക്സ്റ്റ് ഇവർ പറയുന്നത് ഈ ആംഗിൾ 140 ഡിഗ്രി ആയിട്ട് ചൂസ് ചെയ്യാം. അങ്ങനെയാവുമ്പോൾ ഏരിയ സെയിം ആവുമോ? ഏരിയക്ക് എന്താണ് വേരിയേഷൻ വരിക എന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടുത്തെ എന്താ ഏരിയ വന്നത്? ഇവിടുത്തെ ഏരിയ എന്തായിരുന്നു? 25.12 ആയിരുന്നു അല്ലേ? 25.712 ആയിരുന്നു ഇവിടുത്തെ ഏരിയ. സോ നമ്മൾ എന്താണ് രണ്ട് സൈഡ്, ഒരു സൈഡ് 10 സെൻറ്റിമീറ്ററും ഒരു സൈഡ് 8 സെൻറ്റിമീറ്ററും ആണ്. അങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. ആൻഡ് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 140 ആവുന്ന രീതിയിലൊരു ട്രയാങ്കിൾ വരച്ചു. എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരച്ചു. എ ബി സി വരച്ചു. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ ബി സിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 8 സെൻറ്റിമീറ്റർ, ഇവിടെ 10 സെൻറ്റിമീറ്റർ, അതിനുള്ള ആംഗിൾ 140 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുക. ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ്? ഏരിയ എ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു എച്ച് അല്ലേ? അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എന്താണ് ഇവിടെ? 8 അല്ലേ? 8 എച്ച് എന്ന് പറയുമ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് അല്ലേ? ടോപ്പ് സൈഡിൽ നിന്നും ബോട്ടം സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ നമ്മൾ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എയിൽ നിന്നും, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും താഴെ ബോട്ടം സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. എന്നിട്ട് അത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. മീൻസ് ആ പോയിന്റ്, അപ്പോൾ പി സി എന്ന് പറയുന്ന ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. ഇത് 90 ഡിഗ്രി ആയിരിക്കും. സോ നമുക്ക് എ ഡി ബി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടും. ആൻഡ് നമുക്ക് ഈ ആംഗിൾ 140 ആണെന്ന് അറിയാം. അങ്ങനെ നമ്മൾ വരച്ചത്. ഈ ആംഗിൾ 140 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ് വരിക? 40 ഡിഗ്രി ആയിരിക്കുമല്ലോ. കാരണം ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ആണ്. സോ ദിസ് ആംഗിൾ ഇസ് ഈക്വൽ ടു 180 മൈനസ് ഈ ആംഗിൾ 140 വിച്ച് ഇസ് ഈക്വൽ ടു ആണ് 40 ഡിഗ്രി വരിക. സോ ആംഗിൾ എ ബി ഡി എന്താണ്? 40 ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഹൈറ്റ് ആണ് അല്ലേ? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എ ഡി അല്ലേ? ഹൈറ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എ ഡി ബി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിളിൽ നമുക്ക് എന്തൊക്കെ അറിയാം? ഈ സൈഡ് അറിയാം, ഹൈപ്പോട്ടനസ് അറിയാം. ആൻഡ് ദിസ് ഈസ് ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹൈപ്പോട്ടനസ് 10 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. സോ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്തായിരുന്നു? സൈൻ അല്ലേ? സൈൻ 40 ഡിഗ്രി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ് ഇവിടെ? എച്ച് ആണ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് 10 ആണ്. സോ എച്ച് ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു സൈൻ 40 ഇൻറ്റു സൈൻ 40. സോ
നമുക്ക് എച്ചിൻ്റെ വാല്യൂ കിട്ടിയില്ലേ. ഇനി എച്ചിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/2 ഇൻറ്റു 8 ഇൻറ്റു 10 ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ h ഇൻറ്റു സൈൻ 40. ഇതിൻ്റെ വാല്യൂ 8 2 എത്ര തവണ പോകും? 4 ടൈംസ്. അപ്പോൾ 4 ഇൻറ്റു 10 40. സൈൻ 40 ഡിഗ്രീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.6428 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 25.712 തന്നെയാണ്. സോ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് വന്നത്? 25.712 അല്ലേ? 25.712. ഇത് ആൻസർ തന്നെയല്ലേ നമുക്ക് നേരത്തെയും കിട്ടിയത്? 25.712. യെസ്.